ഹായ് ഹലോ എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്നൊരു കാര്യമാണ് മുഖത്തെ മുറിവിൻ്റെ പാടുകൾ മാറാനായിട്ട് എന്ത് ചെയ്യണം, അതുപോലെ നഖം കൊണ്ട് മുറിഞ്ഞ പാടുകൾ, സ്ട്രെച്ച് മാർക്ക്, പ്രസവശേഷം ഇങ്ങനെ നമ്മുടെ വയറിൻ്റെ ഭാഗത്തൊക്കെ ഉണ്ടാകുന്ന, അതുപോലെ കയ്യിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു പാടുകളൊക്കെ മാറാനായിട്ട് എന്ത് ചെയ്യണം എന്നൊക്കെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. അതുപോലെ വീണപ്പോഴുള്ള മുറിവുകൾ, മുഖക്കുരു വന്നപ്പോഴുണ്ടായിട്ടുള്ള പാടുകൾ, ചിക്കൻ ബോക്സിൻ്റെ പാടുകൾ. അപ്പോൾ എല്ലാത്തരം പാടുകൾക്കുമുള്ള ഒരു ഈസി റെമഡിയാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്ന ഈ ഫേസ് പാക്ക്. നമ്മളിവിടെ ഒരു കഷ്ണം കസ്തൂരി മഞ്ഞളാണ് എടുത്തു വച്ചിരിക്കുന്നത്. അപ്പോൾ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് കസ്തൂരി മഞ്ഞൾ. ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇതിൻ്റെ ഉൾഭാഗം ക്രീം കളറിലുള്ളതാണ്. അതാണ് ഒറിജിനലായിട്ടുള്ള കസ്തൂരി മഞ്ഞൾ. നമ്മൾ കസ്തൂരി മഞ്ഞളിലെ പൊടി ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ പലപ്പോഴും അതിൻ്റെ നിറം നല്ല കടും മഞ്ഞ നിറം, നമ്മുടെ മഞ്ഞളിൻ്റെ പോലെ തന്നെ, മഞ്ഞൾപ്പൊടിയുടെ പോലെ തന്നെയൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണമെന്ന് പറയുന്നത് അതിൽ കൂട്ട് ചേർന്നുകൊണ്ടാണ്. അപ്പോൾ ഒറിജിനൽ കസ്തൂരി മഞ്ഞളാണെങ്കിൽ ക്രീം കളറിൽ തന്നെയാണ് ഇരിക്കുക. ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ നടാനും അതുപോലെ തന്നെ പൊടിയായിട്ട് ഉപയോഗിക്കാനും വേണ്ടവർ സ്ക്രീനിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കാണിക്കുന്നുണ്ട്. അതിൽ മെസ്സേജ് അയച്ചാൽ മതി, ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഈ കസ്തൂരി മഞ്ഞളുടെ പൊടി ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഉണക്കി പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. 2 ടേബിൾ സ്പൂൺ പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ അളവ് മനസ്സിലായല്ലോ. കസ്തൂരി മഞ്ഞളിൻ്റെ അളവായിരിക്കണം കൂടുതലായിട്ട് നിൽക്കാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കുറച്ച് തൈരാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ സ്കിന്നിന് പാലോ തൈരോ ഏതാണോ കൂടുതൽ യോജിച്ചത് അത് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കുന്നത് നല്ലതാണ്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ തേങ്ങാപ്പാൽ വളരെ നല്ലതാണ്. അപ്പോൾ ഒരു പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഏതാണോ കൂടുതൽ യോജിക്കുന്നത് അത് എടുക്കുക. അപ്പോൾ ഞാൻ എടുത്തു വച്ചിരിക്കുന്ന തൈരിലേക്ക് കസ്തൂരി മഞ്ഞളുടെ പൗഡർ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ച് ഒലിവ് ഓയിൽ കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുക. ഒരു ടീസ്പൂണോ അല്ലെങ്കിൽ 2 ടീസ്പൂണോ ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതേപോലെ ഈ കോമ്പിനേഷനിൽ തേൻ ചേർക്കുന്നതും പാടുകളൊക്കെ മാറാനായിട്ട് നല്ലതാണ്. അപ്പോൾ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഫേസിലാണ് പാടുകൾ മാറാൻ ഉപയോഗിക്കുന്നതെങ്കിൽ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. അതുപോലെ സ്കിന്നിൽ എവിടെയാണോ നമ്മൾ ആ ഭാഗം വാഷ് ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം വേണം അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ചെറുതായിട്ട് പൊള്ളിയ പാടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കയ്യിൽ അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ ആദ്യം അത്യാവശ്യം നല്ല പാടായിരുന്നു. ഇപ്പോൾ പാടുകൾ കുറഞ്ഞു വരുന്നുണ്ട്, നന്നായിട്ട് തന്നെ കുറഞ്ഞു. നമ്മുടെ ചർമ്മത്തിലെ ചുളിവുകളൊക്കെ അകറ്റാനായിട്ട് നമുക്ക് ഈ പാക്ക് യൂസ് ചെയ്യാം. 15 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഇത് കഴുകി കളയാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ ഫേസ്ബുക്ക് പേജും അതുപോലെ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഫോളോ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അറിവുകളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഉടൻ തന്നെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.